ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ്. നമ്മുടെ കണ്ണൂരിൽ ഒരു 3 +2 വിദ്യാർത്ഥികൾ റീൽസ് ചിത്രീകരിക്കാൻ വേണ്ടി ട്രെയിൻ LED ലൈറ്റ് ഉപയോഗിച്ച് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അതായത് റീൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ട്രെയിൻ നിർത്തിയ സംഭവം. അത് ഇന്നലെയാണ് നടന്നത്. പോലീസ് അതിൻ്റെ നടപടികളെല്ലാം എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, റൈറ്റ്. അനൂപ്, പലവിധ റീൽസ് ചിത്രീകരണങ്ങൾ നാം കാണാറുണ്ട്. അപകടമുള്ളവയും ഒരുപക്ഷെ ജീവൻ വരെ നഷ്ടമേക്കാവുന്ന രീതിയിലുള്ള ചിത്രീകരണം. അത്തരത്തിലൊരു കടുപ്പമേറിയ റീൽസ് ചിത്രീകരണമായി പോയി ഇന്നലെ പുലർച്ചെ 1:50 നടന്ന ഈ റീൽസ് ചിത്രീകരണവും. എന്തായാലും ഇന്നലെ തലശ്ശേരി കുയ്യാലി ഗേറ്റിന് സമീപമാണ് 3 +2 വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഈ ട്രെയിനിന് സമീപം എത്തുകയും ചുവന്ന ലൈറ്റ്, റീൽസ് ചിത്രീകരണത്തിനായി ചുവന്ന ലൈറ്റ് അടിച്ചു നിൽക്കുകയായിരുന്നു. ഇത് ഏതോ ഒരു റീലിന് വേണ്ടി അതിലെ ഒരു ഭാഗം ചിത്രീകരിക്കുകയായിരുന്നു. പക്ഷേ കുട്ടികൾ ഇതിനെപ്പറ്റി ബോധവാന്മാരായിരുന്നു എന്നറിയില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഏത് രീതിയിൽ ഇടപെട്ടാലും അത് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. അത് +2 വിദ്യാർത്ഥികൾക്ക് അറിയുമോ എന്നതിൽ വ്യക്തതയില്ല. എന്തായാലും ഈ 3 പേരും ഈ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. തൊട്ട് പിന്നാലെ ലോക്കോ പൈലറ്റ് ഈ വണ്ടി നിർത്തി എറണാകുളത്ത് നിന്ന് പൂനെയിലേക്ക് പോകുകയായിരുന്ന ഓക്ക എക്സ്പ്രസ് ആയിരുന്നു ഇങ്ങനെ നിർത്തിയത് പിന്നാലെ ലോക്കോ പൈലറ്റ് ഇത് RPF-നെയും റെയിൽവേ പോലീസിനെയും വിവരമറിയിച്ചു. RPF എത്തി ഈ 2 പേരെ കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തി. ഒരാൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും 2 പേരെയും കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. 1:50 ഈ ട്രെയിൻ ഏതാണ്ട് തലശ്ശേരി കുയ്യാലി ഗേറ്റിന് സമീപം 10 മിനിറ്റോളം നിർത്തിയിട്ടു. അതിനുശേഷം ഈ ട്രെയിൻ പിന്നീട് പുറപ്പെട്ട് പൂനെയിലേക്ക് പോയി. എന്തായാലും മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ അങ്ങനെ അപകടം ഉണ്ടായേക്കാവുന്ന രീതിയിലുള്ള ഒരു റീൽസ് ചിത്രീകരണമാണ് ഇത്തരത്തിൽ ചുവന്ന ലൈറ്റ് അടിച്ച് ഈ കുട്ടികൾ നടത്തിയത്. എന്തായാലും കുട്ടികൾ കണ്ടില്ലേ, റീൽസ് ചിത്രീകരണത്തിന് വേണ്ടി 3 കുട്ടികൾ, +2 കുട്ടികൾ ട്രെയിൻ നിർത്തി വച്ചിരിക്കുന്നു. അതും LED ലൈറ്റ് ആയിട്ടുള്ള വലിയ LED ലൈറ്റ്സൊക്കെ യൂസ് ചെയ്ത് സിഗ്നൽ പോലെ കാണിച്ചിട്ട് വണ്ടി നിർത്തിച്ചിരിക്കുന്നു. എന്താ ഞാൻ ഈ മക്കളോടൊക്കെ പറയുക അല്ലേ? +2 എന്ന് പറയുമ്പോൾ ഒരു 17 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. ഒരു വർഷത്തിന് ശേഷം 18, അതായത് പ്രായപൂർത്തിയാവും. ലീഗലി മൈനർ ഏജിൽ നിന്ന് മേജറിലോട്ട് കടക്കുന്ന പ്രായമാണ്. 18 എന്ന് പറയുമ്പോൾ ഫുള്ളി മെച്യൂർ, അല്ലെങ്കിൽ ആസ് സിറ്റിസൺസ്, അല്ലെങ്കിൽ ലോയിൻ്റെ ഐസിൽ ഫുള്ളി ഗ്രോൺ സിറ്റിസൺസ് ഐസ് കൺസിഡർ ചെയ്യുന്ന പ്രായമാണ്. ഈ 17-ാം വയസ്സിൽ തന്നെ ഒരു തരത്തിലുള്ള സിവിക് സെൻസോ കോമൺ സെൻസോ ബേസിക് ഹ്യൂമാനിറ്റേറിയൻ കൺസേൺസോ ഒന്നും തന്നെ ഐഡിയ ഇല്ലാത്ത കുറേ ആൾക്കാർ, അല്ലെങ്കിൽ സ്വന്തം ഈ ഇൻസ്റ്റാഗ്രാം റീൽ ചിത്രീകരണത്തിന് വേണ്ടി ഇത്രയും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുമോ? അത് പോട്ടെ, അതുമൂലം വല്ല അപകടവും സംഭവിച്ചിരുന്നെങ്കിലോ? ഈ അനാവശ്യമായിട്ടുള്ള സഡനായിട്ടുള്ള അനാവശ്യ സിഗ്നൽ കാണിച്ചതിന് ശേഷം ആ റെയിൽവേ എന്ന് പറയുന്ന ഫുൾ നെറ്റ്വർക്കാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു വണ്ടിയുടെ ഷെഡ്യൂൾ തെറ്റോ വൈകോ അല്ലെങ്കിൽ നേരത്തെ വരികയോ ചെയ്താൽ അത് മതി ബാക്കിയുള്ള വണ്ടികളെയും കൂടെ എഫക്റ്റ് ചെയ്യാൻ. 10 മിനിറ്റോളം അതവിടെ ഇടേണ്ടി വന്നിരുന്നു. വീഡിയോയിൽ കണ്ട പോലെ എറണാകുളം ടു പൂനെ പോകുന്ന ഓക്ക എക്സ്പ്രസ് ആയിരുന്നു. അതും തലശ്ശേരി ടു മാഹി പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇത് സംഭവിച്ചത്. പണ്ടൊക്കെ നമ്മൾ ടിക്ടോക്ക് വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഈ പുത്തുമ്പി കൊറലമമ്മി വീഡിയോ വെച്ചിട്ട് അതിൽ വണ്ടിയുടെ ഫ്രണ്ടിലായിരുന്നു ചാടുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ട്രെയിൻ നിർത്തുന്ന ലെവൽ വരെ എത്തി. അത്രയ്ക്ക് അതപ്പതിച്ചു പോയി ഈ ആൾക്കാരുടെ റീൽസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ബ്രെയിൻ റോട്ട്. ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഈ റീൽസ് ചിത്രീകരണം കാരണം ഈ ക്ലിഫിൽ കൊക്കയിലൊക്കെ പോയിട്ട് റീൽസ് എടുത്തിട്ട് അതിൽ വീണ് മരിക്കുന്ന ഒരുപാട് കേസസ്. എസ്പെഷ്യലി ഈ മഹാരാഷ്ട്ര പോലെയുള്ള കുറേ ക്ലിഫ്സും ഫോർട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇതേ റീൽ ചിത്രീകരണം നടത്തിയിട്ട് ഇങ്ങനെ വീണ് മരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ. ഇതൊരു അപകടം ആവാതിരുന്നത് നന്നായി. എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് യൂത്ത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കൊക്കെ എങ്ങനെ അവയർനെസ് എത്തിക്കണം എന്നാണ് ഇനി നമുക്ക് പോലീസിനും രക്ഷിതാക്കൾക്കും അതേപോലെ തന്നെ അധ്യാപകർക്കും എല്ലാം നോക്കാൻ. അത് ഇവർക്ക് എന്ത് സിവിക് സെൻസ് ആയിരിക്കും ഉണ്ടാവുക? ഒരു വർഷം കൊണ്ട് ഇവർ എന്ത് ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ തോട്ട്സ് എന്താണെന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യൂ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ലെറ്റ്സ് സീ അഗൈൻ. ബൈ.